ഹായ് ഓൾ, നമ്മുടെ മക്കൾക്ക് വീട് വിട്ട പിന്നൊരു വീടുണ്ടെങ്കിൽ അത് സ്കൂളാണ്. ആ വീട്ടിൽ കളിച്ച് രസിച്ച് പൂമ്പാറ്റയെ പോലെ പാറി നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ തന്നെ മാറണം. അതെ, അങ്ങനെ ഒരു മാറ്റമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ കക്കാട് സ്കൂൾ. അതും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ചുവടുവെക്കുന്ന കക്കാട് ഗവൺമെന്റ് LP സ്കൂൾ പുതിയൊരു കെട്ടിടം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഈ ഒരു വർണ്ണക്കൂടാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി സാറ് ഈ വരുന്ന വെള്ളിയാഴ്ച 1:30 നമ്മുടെ കക്കാട് സ്കൂളിൽ എത്തുന്നുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ ഉദ്യാനത്തോട് ചേർന്ന് തന്നെ ഒരു മിനി മെട്രോ ട്രെയിൻ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഇത് മാത്രമാണോ? അല്ല, നമ്മുടെ MLA ലിൻഡോ ജോസഫ് സമ്മാനിച്ചിട്ടുള്ള 2 ലാപ്ടോപ്പ് അടക്കം 13 കമ്പ്യൂട്ടറുകളുമായിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബ് തന്നെ ഇപ്പൊ ഇനാഗുറേഷന് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ സ്വന്തമായിട്ട് ഒരു മൈതാനം അല്ലെങ്കിൽ പോലും ജില്ലാ കിരീടം അടക്കം 4 കിരീടം നമ്മുടെ പിഞ്ചുമക്കൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മക്കളുടെ യാത്ര സുഖകരമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബസ്സാണ്. മാത്രമൊന്നുമല്ല, ഇനിയും ഉണ്ട് ഏറെ. മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉച്ചഭക്ഷണത്തിന് പുറമെ പോഷക കഞ്ഞിയും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ബെഞ്ചോ ഡെസ്കോ കെട്ടിടങ്ങളോ അല്ല. ഈ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി തലമുറ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചുവട് പിയക്കാത്ത ഒരു അക്ഷര മുന്നേറ്റമാണ്. അതുപോലെ കുട്ടികളുടെ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതും പറയപ്പെടേണ്ട ഒന്ന് തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ 3 കോടിയോളം ഹൈടെക് കെട്ടിടത്തിനും 7 ലക്ഷത്തോളം വർണ്ണക്കൂടാരത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കില്ല. മറക്കണ്ട കേട്ടോ, നാളെയാണ് നമ്മുടെ ഉദ്ഘാടനം. നാളെ വെള്ളിയാഴ്ച കൃത്യം 1:30 നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നത്. ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മൾ മനസ്സറിഞ്ഞ് സ്വാഗതം ചെയ്യുന്നു.